ഈ ഒരു സെറ്റപ്പിൽ ലീഗിന് 5 മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടു. അതിന്റെ റീസണിങ് ഞാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമുള്ള ഞാൻ അവരായിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. ഓക്കെ, അവര് നമ്മുടെ വയനാട് മന്ത്രിസഭയിലാണ് ഒരൊറ്റ മുസ്ലിം ഉണ്ടായിരുന്നു, TK ഹംസ. പിന്നീട് അച്യുതാനന്ദൻ മന്ത്രിസഭ വന്നപ്പോൾ പാലോളിയും കരീമും ഉണ്ടായി. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ രണ്ടുപേരുള്ളൂ. അതിലൊരാൾ ഫുട്ബോൾ കളിക്കാം, മനസ്സിലായില്ലേ? ഐ മീൻ അതിനപ്പുറത്തൊന്നും പോർട്ട്ഫോളിയോ നിങ്ങൾ കൊടുത്തില്ല അല്ലെ. രണ്ടാമത്തെ ആള് റിയാസിന് മാത്രമാണ് കാര്യമായിട്ടൊരു ഘനപ്പെട്ട പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുള്ളൂ. മറ്റേ പോർട്ട്ഫോളിയോ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാൻ അന്ന് കമ്മ്യൂണിസ്റ്റിനെ ആൾക്കാരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവരോട് നിങ്ങൾ വോട്ട് ചെയ്യണില്ലല്ലോ, ഞങ്ങൾ വോട്ട് ചെയ്യണതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അപ്പൊ ഇക്കണക്കിന് വോട്ട് ചെയ്തതല്ലാന്നോ ചോദിച്ചാൽ, അപ്പൊ അതേ പ്രിൻസിപ്പിൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ലീഗിനാണ് ആൾക്കാർ ഏറ്റവും അധികം വോട്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ UDF ലീഗിന്റെ 23 മണ്ഡലം മാത്രമല്ല, കോൺഗ്രസിലുള്ള MLA-മാർക്കൊക്കെ അറിയാം. പ്രവീണായാലും അഭിജിത്ത് ആയാലും മനസ്സിലല്ലേ, ജയന്ത് ആയാലും ഒക്കെ അവർക്ക് അറിയാം. മുസ്ലിം ലീഗിന്റെ കഠിനമായ വർക്കിന്റെ ബേസിസിലാണ് അവരൊക്കെ MLA-മാരായി. അപ്പോ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ പിന്നെ വേറെ കാര്യം, മുസ്ലിം ലീഗിന് മാത്രം മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം. എന്തിനാ സ്ക്രൂട്ടനൈസ് ചെയ്തതിനർത്ഥം അതിൽ മുസ്ലിങ്ങൾക്ക് എത്ര കൊടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ്. ആ സ്ക്രൂട്ടനി ശരിയല്ല. കാരണം വെച്ചാൽ ഞാൻ പറയാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവാൻ പോകുന്നു. ഇനി വരാൻ പോകണമെന്ന് വെച്ചാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ആകാൻ പോകുന്നു. മാതൃഭൂമിയാണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. റെഡിക്കെതിരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന പരിപാടികളാണ്. അവിടെ NOC വേണ്ട. ഇപ്പൊ പുതിയതും കൂടെ പറയാം, ബട്ട് മുമ്പ് കാറ്റഗറി ചെയ്തിരിക്കുന്ന കോളേജ് അതിന് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി കൊടുക്കാം. പ്രൊവൈഡഡ് അവിടെ 3000 അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടിരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കോടതി സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ ഈ UDF ഗവൺമെന്റ് ഇതെല്ലാം നേരിട്ട്